ഒരു മുസ്ലിം സ്ത്രീ സ്വന്തം നിലയിൽ വിവാഹമോചനം നേടുന്ന രീതിയാണ് ഖുൽഅ് അല്ലെങ്കിൽ ഖുല. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിലും പലരും വ്യക്തതയ്ക്ക് വേണ്ടി സംശയം ചോദിക്കാറുണ്ട്. ഖുല വാലിഡ് ആകണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം? കോടതിയിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയങ്ങൾ വിശദമായി നോക്കാം. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939 പ്രകാരമാണ് ഖുല വാലിഡ് ആകുന്നത്. തൻ്റെ ഭർത്താവുമായുള്ള വിവാഹ ജീവിതം തുടർന്നു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും ബോധ്യം വരുമ്പോൾ ഭർത്താവ് ത്വലാഖ് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ത്വലാഖ് ചെല്ലാൻ ഭർത്താവ് വിസമ്മതിച്ചാൽ ഭാര്യയ്ക്ക് കോടതിയെ സമീപിച്ച് വിവാഹമോചനം നേടാവുന്നതാണ്. കോടതിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് സെപ്പറേറ്റ് ആകുമ്പോൾ വർഷങ്ങൾ നീണ്ടുപോകും. ഇത്തരം പ്രോസസ്സുകൾ ഇല്ലാതെ തന്നെ മുസ്ലിം സ്ത്രീക്ക് വ്യക്തിനിയമം അനുസരിച്ച് വിവാഹമോചനം നേടിയെടുക്കാൻ കഴിയും. ഭർത്താവിൻ്റെ സമ്മതം നിർബന്ധമല്ലാതെ വിവാഹമോചനം നേടുന്ന രീതിയാണ് ഖുല. 2021 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് ഖുല പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നതും സാധാരണ വിവാഹമോചന രീതിയായി മാറുന്നതും. ഖുല സാധുവാകുന്നതിന് 3 കണ്ടീഷൻസ് ഉണ്ടാകണം. വിവാഹമോചനം ചെയ്യുന്നതായി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തേത്. രണ്ടാമതായി വിവാഹ സമ്മാനമായി തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ച മഹർ തിരികെ നൽകാമെന്ന് ഓഫർ വയ്ക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇരു കൂട്ടർക്കുമിടയിൽ സെറ്റിൽമെൻറ്റ് ശ്രമങ്ങൾ ആത്മാർത്ഥമായി തന്നെ നടത്തിയിരിക്കുക എന്നത്. ഈ കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ ഖുല വാലിഡാകുന്നതല്ല. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ടായിരിക്കണം. താൻ വിവാഹമോചനം ചെയ്യുന്നതായി ഭർത്താവിന് മുമ്പിൽ വ്യക്തമാക്കുമ്പോൾ അത് ഭർത്താവ് അംഗീകരിച്ചില്ലെങ്കിലും വാലിഡാകുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 സാക്ഷികളുടെ മുമ്പിൽ വച്ചാണ് ഇത്തരത്തിൽ വിവാഹമോചനം വ്യക്തമാക്കുന്നതെങ്കിൽ പിന്നീടുണ്ടായേക്കാവുന്ന ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ കഴിയും. കോടതിയിൽ ഭർത്താവ് ചലഞ്ച് ചെയ്താൽ സാക്ഷികളെ ഹാജരാക്കി വിഷയം വ്യക്തമാക്കാവുന്നതാണ്. മറ്റൊന്ന് മഹർ തിരികെ നൽകലാണ്. വിവാഹ സമ്മാനമായി നൽകിയിരുന്ന മഹർ ഭർത്താവ് തിരികെ വാങ്ങി മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഭാര്യയ്ക്ക് വ്യക്തമാക്കാവുന്നതും ഒഴിവാകാവുന്നതുമാണ്. ത്വലാഖ് സാധാരണ രീതിയിൽ സാധുവാകുന്നതിന് 3 ഇടവേളകളിലായി മൊഴി ചൊല്ലുകയും തുടർന്ന് ഇദ്ദ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതോടുകൂടി പൂർണ്ണമാകുന്നതാണ്. മൂന്നാമത്തെ തലാഖിന് മുമ്പ് വേണമെങ്കിൽ വിവാഹബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമാണ്. മൂന്നാമത്തെ തലാഖിന് ശേഷം തലാഖ് പൂർണ്ണമാകുന്നു, ഇറവോക്കബിൾ ആകുന്നു. എന്നാൽ ഖുലായിൽ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കുന്നതായി മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് ഒരു തവണ പറയലോടുകൂടി പൂർണ്ണമാകുന്നു, ഇറവോക്കബിൾ ആകുന്നു. ഖുല നിയമപരമാകണമെങ്കിൽ ആദ്യമായി ഇരു കക്ഷികളുടെയും ഇടയിൽ യോജിപ്പിൻ്റേതായ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരിക്കണം. ഇരു കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പ്രശ്നത്തിൽ ഇടപെട്ട് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കണം. അത് രേഖാമൂലമായാൽ തെളിവായി സൂക്ഷിക്കാൻ കഴിയും. ഖുലായുടെ കണ്ടീഷൻസ് പൂർണ്ണമായാൽ കോടതി വിധിയായി കിട്ടുന്നതിന് ഫാമിലി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഫാമിലി കോർട്ട് ആക്ട് സെഷൻ 7(1)(b) പ്രകാരം പെറ്റീഷൻ കൊടുത്ത് ഡിക്ലറേഷൻ വാങ്ങാവുന്നതാണ്. ഡിക്ലറേഷൻ ഒരു എൻക്വയറിയാണ്. ഒരു നീണ്ട പ്രോസസ്സ് നടത്തി മറ്റ് കേസുകളെപ്പോലെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒന്നല്ല, ഒരു ഫോർമാലിറ്റി മാത്രമാണ്. ഒരു പബ്ലിക് റെക്കോർഡ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലേ മറ്റൊരു വിവാഹം സാധ്യമാവുകയുള്ളൂ. ഡിക്ലറേഷനിൽ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ തുടങ്ങി യാതൊരു പ്രോസസ്സിൻ്റെയും ആവശ്യമില്ല. കാരണം ഖുല ചെയ്യപ്പെട്ടാൽ അത് ഫൈനലാണ്, അത് ഇറവോക്കബിളാണ്. ഡിവോഴ്സിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായി ചെയ്തിട്ടുണ്ടോ, അതായത് യോജിപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ, മഹർ തിരികെ നൽകാമെന്ന് ഓഫർ നൽകിയിട്ടുണ്ടോ, ഇത്തരം വിഷയങ്ങളാണ് കോടതി പരിഗണിക്കുന്നത്. ഡിക്ലറേഷന് വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫാമിലി കോടതിക്കാണ് ഡിക്ലറേഷൻ അനുവദിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഖുല ഡിക്ലെയർ ചെയ്ത് കിട്ടുന്നതിനായി ഫാമിലി കോടതിയിൽ ഭാര്യ പരാതി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എതിർ കക്ഷിക്ക് അവസരം നൽകുന്നതിനായി ഹസ്ബൻഡിന് നോട്ടീസ് അയക്കുന്നു. ഡിക്ലറേഷനിൽ കൗണ്ടർ ക്ലെയിം അനുവദിക്കുന്നതല്ലെങ്കിലും ഒറിജിനൽ പെറ്റീഷനിൽ മേൽ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഹിയറിംഗ് ആണ്. ഖുല പ്രൊനൗൺസ് ചെയ്തത് എവിഡൻസ് അനുസരിച്ച് വാലിഡ് ആണോ എന്ന് പരിശോധിക്കുന്നു. കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുല ഡിക്ലെയർ ചെയ്ത് ഓർഡർ ആകുന്നു. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഔട്ട് ഓഫ് കോർട്ടിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഖുല.
അതുകൊണ്ട് ഡിക്ലറേഷൻ ഒരു സ്പീഡപ്പ് പ്രോസസ്സായിട്ടാണ് നടത്തേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുകയുണ്ടായി. ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് 7 സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണമെന്ന് ഫാമിലി കോടതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഡിക്ലറേഷനു വേണ്ടി ഒരു പെറ്റീഷൻ ഫാമിലി കോടതിയിലെത്തിയാൽ റെസ്പോണ്ടന്റിന് നോട്ടീസ് അയക്കുകയാണ് ഒന്നാമത്തേത്. അടുത്തത് സമൻസ് സെർവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് അപ്പിയർ ചെയ്തതിന് ശേഷം ഇരു കക്ഷികളുടെയും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുക. പ്രൊനൗൺസ് ചെയ്തത് റൈറ്റിംഗിലാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യുക. അയച്ചതാണെങ്കിൽ അക്നോളജ്മെന്റ് സ്ലിപ്പ് ഹാജരാക്കാവുന്നതാണ്. വാക്കാലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മതിയാകും. തുടർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ്സ് വാലിഡ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുക. വാലിഡ് പ്രൊനൗൺസ് ആണ് നടത്തിയതെന്ന് ഫാമിലി കോടതിക്ക് പ്രൈമാ ഫേസി മനസ്സിലായാൽ മറ്റ് എൻക്വയറികൾ കൂടാതെ തന്നെ ഓർഡർ പാസ്സാക്കാവുന്നതാണ്. എൻക്വയറി നടത്തേണ്ടത് സമ്മറി നേച്ചറിലായിരിക്കണം, അൺകണ്ടസ്റ്റഡ് മാറ്ററിലായിരിക്കണം. റെസ്പോണ്ടന്റ് അപ്പിയർ ചെയ്ത് 1 മന്തിൽ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ വാലിഡ് റീസൺ ഉണ്ടായിരിക്കണം. 7ാമത്തെ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കക്ഷിക്ക് നേരിട്ട് ഹാജരാകാൻ പ്രയാസമുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ കൂടി ആകാവുന്നതാണ്. ഈ 7 സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഫാമിലി കോടതി ഡിക്ലറേഷൻ അനുവദിക്കുന്നത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.